പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു മോക്ക് ഡ്രിൽ നടന്നു. ട്രെയിൻ അപകടത്തിൽപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന അടിയന്തര സാഹചര്യം നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മോക്ക് ഡ്രിൽ നടത്തിയത്. RPF, NDRF, കേരള പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഈ മോക്ക് ഡ്രിൽ. വരുന്നതിനും പോകുന്നതിനും വേണ്ടി വഴിമാറി വിടേണ്ടതാണ്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു തീവണ്ടി പെട്ടെന്ന് മറിയുന്നു. തുടർന്നുണ്ടാകുന്ന അപകടം അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് പാലക്കാട് ജംഗ്ഷനിൽ ഇന്ന് നടന്ന മോക്ക് ഡ്രില്ലിലൂടെ കണ്ടത്. ഒറിജിനലിനോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഓരോ വിഭാഗവും ദുരന്തമുഖത്ത് പ്രവർത്തിച്ചത്. അപായ സൈറൻ കേട്ട് ഓടിയെത്തിയവർക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ പിന്നെയും സമയമെടുത്തു. സൈറനടി കേട്ടിട്ട് വന്നതാണ്. 3-4 പ്രാവശ്യം സൈറനടി കേട്ടു. അപ്പോൾ എമർജൻസി ആയിട്ട് എന്തോ ഇവിടെ നടന്നിട്ടുണ്ട് പറഞ്ഞ് ഓടി വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടത്. ആദ്യം പിടികിട്ടിയില്ല. പിന്നെയാണ് വണ്ടി മറിഞ്ഞു കിടക്കുന്നതും ആകെ ഒരു പുകയെല്ലാം വന്നിരുന്നു. ഒറിജിനൽ നടന്ന പോലെയാണ് തോന്നിയത്. ഒരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും. അടിയന്തര സാഹചര്യം സംഭവിച്ചാൽ നേരിടാൻ റെയിൽവേ സുസജ്ജം എന്ന് തെളിയിക്കുന്നതായിരുന്നു വ്യാഴാഴ്ച നടന്ന മോക്ക് ഡ്രിൽ. അപകടം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ റെയിൽ മാർഗവും കരമാർഗവും രക്ഷാപ്രവർത്തനവുമായി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ. DRM വിവരമറിയിച്ചത് പ്രകാരം തൃശൂരിൽ നിന്ന് NDRF സംഘവും. എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ വിഭാഗവും സാങ്കല്പിക ദുരന്ത ഭൂമിയിൽ കൈമേയ് മറന്ന് പ്രയത്നിച്ചു. റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം മോക്ക് ഡ്രിൽ എക്സസൈസ് വിത്ത് NDRF ടീം നടത്തണം എന്നുള്ള റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് സേഫ്റ്റി ബ്രാഞ്ചാണ് ഇത് മെയിനായിട്ട് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു അപകടം സംഭവിച്ചാൽ എങ്ങനെ പ്രതികരിക്കണമെന്നതിൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു മോക്ക് ഡ്രിൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ സ്റ്റേറ്റുകാരെയും നമ്മൾ വിളിക്കാറുണ്ട്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കളക്ടറേറ്റിന്റെ അവിടെയുള്ള എല്ലാ ക്വിക്ക് റെസ്പോൺസ് ടീമും വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം വന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു കോർഡിനേറ്റഡ് ഇഫേർട്ടാണ് ഈ മോക്ക് ഡ്രിൽ. അപകടം നടന്ന് മിനിറ്റുകൾക്കകം പ്രാഥമിക ശുശ്രൂഷയ്ക്കുള്ള മെഡിക്കൽ ഷെഡുകൾ, വിവരങ്ങൾ കൈമാറാൻ വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ഷെഡുകൾ എല്ലാം തയ്യാർ. ഒരു അപകടം സംഭവിച്ചാൽ എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങളാണ് ചെയ്യേണ്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ്. വളരെ നന്നായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. പരിസരവാസികളൊന്നും ഇതറിയാതെ ഇത്തരത്തിൽ ഫയർഫോഴ്സിന്റെയൊക്കെ ശബ്ദം കേട്ട് പല ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി അപകടം നടന്ന ഉടൻ സമീപത്തുള്ള മറ്റു റെയിൽവേ സ്റ്റേഷനുകളിലേക്കും അപായ സന്ദേശം ചെന്നു. പാലക്കാട് ടൗൺ, ഷൊർണൂർ, കോഴിക്കോട്, മംഗലാപുരം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഹെൽപ്പ് ഡെസ്കുകളും തുറന്നു. പാലക്കാട് ഡിവിഷൻ റെയിൽവേ ജീവനക്കാരാണ് മോക്ക് ഡ്രില്ലിൽ അപകടം പറ്റിയവരായി അഭിനയിച്ചത്. പാലക്കാട് നിന്നും സുജി പട്ടാമ്പിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്. നമുക്കിപ്പം വിഷ്ണുപ്രകാശ് ഉണ്ട്. നമുക്ക് വിഷ്ണുവോട് തന്നെ വിശദമായിട്ട് ചോദിക്കാം. വിഷ്ണു, ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലൊരു പുനരാവിഷ്കാരം അല്ലേ? ആദ്യം ഒന്ന് പേടിച്ചുവെങ്കിലും ഇത് ശരിക്കും നല്ലതാണ്, ഒരു കൃത്യമായ ബോധവൽക്കരണത്തിനല്ലേ? ഒരു തീവണ്ടി അപകടം ഉണ്ടായാൽ അതിൻ്റെ രക്ഷാപ്രവർത്തനവും മറ്റു രീതികളും എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനായിരുന്നു ഇന്ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. തീവണ്ടി അപകടം ഉണ്ടാവുന്നു, ഉടനെ തന്നെ അവിടേക്ക് വിവിധങ്ങളായിട്ടുള്ള സേനാ വിഭാഗങ്ങൾ എത്തുന്നു. പ്രധാനമായും റെയിൽവേ പോലീസാണ് ആദ്യം അവിടെ എത്തുന്നത്. തൊട്ടു പിന്നാലെ തന്നെ കേരള ഫയർഫോഴ്സ്, പോലീസ്, അതുപോലെ NDRF, ഡോഗ് സ്ക്വാഡ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സേനാ വിഭാഗങ്ങൾ എത്തി ആ ഒരു ഏരിയ അവർ കൈയടക്കി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതും കാഷ്വാലിറ്റി പറ്റിയ ആളുകളെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും, അതുപോലെ അവിടെ വേണ്ട സജ്ജീകരണങ്ങൾ, അവർക്ക് പെട്ടെന്ന് ഒരു ടെന്റ് അടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അത് അടക്കം ചെയ്യുന്ന ജോലികളായിരുന്നു ഇന്നിപ്പോൾ നടന്നത്. നമുക്കത് കണ്ടു നിന്നവർക്ക് ആർക്കും ഇതൊരു മോക്ക് ഡ്രില്ലാണ് അല്ലെങ്കിൽ ഇവർ അഭിനയിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാത്ത തരത്തിൽ അത്രയും നാച്ചുറലായിട്ടും അതുപോലെ അത്ര ഒരു തീവ്രതയോടെയായിരുന്നു ആ ഒരു മോക്ക് ഡ്രിൽ ഇന്ന് അവിടെ അരങ്ങേറിയത്. പ്രധാനമായും ആദ്യമായിട്ടാണ് ഇവിടെ ഒലവക്കോട് സ്റ്റേഷനിൽ ഈ ഒരു മോക്ക് ഡ്രിൽ നടത്തുന്നത്. സാധാരണഗതിയിൽ ഷൊർണൂരാണ് നടത്താറുള്ളത്. ഇത് എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരുന്ന ഒരു മോക്ക് ഡ്രില്ലാണ്. ഈ മോക്ക് ഡ്രില്ലിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു അപകട സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്ന ഉള്ള ഒരു അവബോധം അവിടുത്തെ ഓരോ ജീവനക്കാർക്കും അതുപോലെ സുരക്ഷാ ജീവനക്കാർക്കും കൊടുക്കുക. അതുമാത്രമല്ല അവർക്കിടെ ആ ഒരു എഫിഷ്യൻസി പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് ഓരോ മോക്ക് ഡ്രില്ലുകളും നടത്തുന്നത്. ആ അർത്ഥത്തിൽ പരിപൂർണ വിജയമായിരുന്നു ഇന്നിപ്പോൾ ഒലവക്കോട് നടത്തിയ ഈ ഒരു റെയിൽവേ അപകടത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ആ ഒരു മോക്ക് ഡ്രില്ല് പരിപൂർണ വിജയമായി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.